SKN40 കേരള യാത്രയ്ക്ക് ഇന്ന് വൈകിട്ട് സമാപനമാകുകയാണ്. കേരളം ഏറ്റെടുത്ത ജനകീയ യാത്ര വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് സമാപിക്കുന്നു. കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന ലഹരി വിരുദ്ധ മഹാസമ്മേളനത്തിൽ 1 ലക്ഷത്തിലധികം ആളുകൾ അണിനിരക്കും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും സമ്മേളനത്തിന്റെ ഭാഗമാകുന്നുണ്ട്. കോഴിക്കോട് കടപ്പുറത്ത് അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്നും ഒപ്പം സമീർ ബിൻ കരീമും കോഴിക്കോട് ബീച്ചിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിജിത്ത്, വലിയൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരളമുടനീളം നമ്മൾ സഞ്ചരിച്ച യാത്ര, 14 ജില്ലകളിലൂടെയും കടന്നുപോയ പര്യടനം, അതിൽ തന്നെ നാടിൻ്റെ മുക്കിലും മൂലയിലും എത്തി ഈ ലഹരി വിരുദ്ധ സന്ദേശം എത്തിക്കാനും അതുപോലെ ഈ പോരാട്ടത്തിൽ അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതും അവരുടെ പിന്തുണ അറിയിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അതിന് സമാപനമാകാൻ പോകുന്നു കോഴിക്കോട് കടപ്പുറത്ത് നടക്കാൻ പോകുന്ന സമാപന സമ്മേളനം. അതിൻ്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. വിശദാംശങ്ങൾ, പുതിയ വിവരങ്ങൾ അഭിജിത്ത് മുഴക്കുന്നു. കോഴിക്കോട് നഗരം ഒന്നാകെ വലിയ ആവേശത്തിലാണ്. ഇനിയിപ്പോൾ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. കോഴിക്കോട് ബീച്ചിൽ ഈ മഹാസമ്മേളനത്തെ വരവേൽക്കാൻ ഒരുക്കിയിരിക്കുന്ന വേദിക്കും സദസ്സിനും സമീപത്താണ് നമ്മളുള്ളത്. നേരത്തെ TK സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ നാട്ടുകാർ, ഈ പ്രദേശവാസികൾ, ഒപ്പം തന്നെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരൊന്നാകെ നമ്മുടെ യാത്രയ്ക്ക്, ഈ ലഹരി വിരുദ്ധ യാത്രയ്ക്ക് വലിയ പിന്തുണ നൽകിയതാണ്. 14 ജില്ലകളും പിന്നിട്ടതിനൊടുവിൽ ഇന്ന് മഹാസമ്മേളനം നടക്കുകയാണ്. ലക്ഷങ്ങൾ ഒഴുകിയെത്തുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈകിട്ട് 4 മണിക്കാണ് നമ്മുടെ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. 6 മണിയോടുകൂടി തന്നെ ഈ മഹാസമ്മേളനം, അത് ആ ഒരു സമ്മേളനത്തിന് തുടക്കമാകും, സമാപന സമ്മേളനത്തിന് തുടക്കമാകും. മന്ത്രി PA മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം ചെയ്യുക. മന്ത്രി AK ശശീന്ദ്രൻ ഈ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഒപ്പം മതമേലധ്യക്ഷന്മാർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ, ഒപ്പം ഗുരുരത്നം ജ്ഞാന തപസി, കൂടാതെ ഗാനരചയിതാവായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, അങ്ങനെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ഈ പരിപാടിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇവിടേക്ക് ഒഴുകിയെത്തും. നമുക്കിപ്പോൾ കാണാം, ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഈ സ്റ്റേജിൽ വെച്ചാണ് വിവിധ കലാപരിപാടികൾ അരങ്ങേറുക. ഇവിടെ ഇപ്പോൾ കസേരകളൊക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. 10,000-കണക്കിന് പേർ ഇവിടേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കൊപ്പം സമീർ ബിൻ കരീം കൂടി ചേരുന്നു. സമീർ, നമുക്കറിയാം ഈ യാത്രയുടെ തുടക്കം മുതൽ തന്നെ വലിയ പിന്തുണ ഓരോരുത്തരിൽ നിന്നും നമുക്ക് ലഭിച്ചതാണ്. ലഹരി അവസാനിപ്പിക്കുക, അക്രമം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ മുദ്രാവാക്യം. SKN ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് ഈ ഒരു യാത്രയ്ക്ക് തുടക്കമിട്ടത്. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഒരു 10,000-കണക്കിന് പേരെ നമ്മുടെ ഈ ഒരു പരിപാടിയിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. 1 ലക്ഷത്തിലധികം ആളുകളാണ് നമ്മൾ ഈ പരിപാടിയിൽ പ്രതീക്ഷിക്കുന്നത്. അതനുസരിച്ചുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും ഈ ഒരു കൊടിയുടെയും നിറമില്ലാതെ, ഒരു ബാരിക്കേഡുമില്ലാതെ എല്ലാവർക്കും ഒരു കുടക്കീഴിൽ ലഹരിക്കെതിരെ അണിനിരക്കാം എന്നുള്ളതാണ് 24 ലഹരി വിരുദ്ധ യാത്രയുടെ സമാപന സമ്മേളനത്തിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ ആളുകളൊക്കെ തന്നെ വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് പ്രത്യേകിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് റെസിഡൻസ് അസോസിയേഷനുകൾ, ക്ലബ്ബുകൾ, ഒപ്പം തന്നെ മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇങ്ങനെ എല്ലാ കൂട്ടായ്മകളും ഇങ്ങോട്ടേക്ക് ഇപ്പോൾ തന്നെ യാത്ര തിരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ രാവിലെ മുതൽ തന്നെ ഇവിടെയൊക്കെ തന്നെ ആളുകൾ തമ്പടിക്കുന്നുണ്ട്. എപ്പോഴാണ് പ്രോഗ്രാം തുടങ്ങുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ആളുകൾ തമ്പടിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഒരു തൂവിൽ നിന്നും ആ നാട് മുഴുവനായിട്ടും ഇങ്ങോട്ടേക്ക് ബസ്സിൽ യാത്ര തിരിക്കാനുള്ള, അതായത് ഈ കോഴിക്കോടുള്ളവർ മാത്രമല്ല സമീപ ജില്ലകളിൽ നിന്നും നിരവധി പേർ ഇവിടെ ഒഴുകിയെത്തുമെന്നാണ്. തീർച്ചയായും അതായത് സംസ്ഥാനത്തുള്ള എല്ലാവർക്കും ലഹരിക്കെതിരെ നമ്മുടെ മലയാളക്കര എങ്ങനെയാണ് എന്നുള്ള ശക്തി തെളിയിക്കാനുള്ള ഒരു വേദി കൂടിയാണ് ഈ കോഴിക്കോട് ഇന്നത്തെ സമാപന സമ്മേളനം എന്നുള്ളതാണ്. ഒപ്പം തന്നെ TK, ഈ പരിപാടിയുടെ അവസാന ഘട്ടത്തിൽ നമ്മുടെ പ്രശസ്ത ഗായകരായ MG ശ്രീകുമാറും ഒപ്പം സ്റ്റീഫൻ ദേവസിയും നയിക്കുന്ന ഗാനമേളയുണ്ട്. കൂടാതെ അകം ബാൻഡിന്റെ സംഗീത നിശയുണ്ട്. അങ്ങനെ വർണ്ണാഭമായ കലാപരിപാടികൾ കൂടി ഈ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി അണിനിരക്കും. നമുക്ക് കാണാം, വലതുവശത്ത് അറബിക്കടലാണ്. ഈ അറബിക്കടലിനെ സാക്ഷി നിർത്തിക്കൊണ്ടായിരിക്കും 10,000-ങ്ങൾ അണിചേർന്നുകൊണ്ട് ഒറ്റക്കെട്ടായി ലഹരിയെ ഈ മണ്ണിൽ നിന്ന് നമ്മൾ തുടച്ചു നീക്കും. അവസാനത്തെ ലഹരി വിൽപ്പനക്കാരനും അവസാനത്തെ ലഹരി ഉപയോഗിക്കുന്ന നമ്മൾ ഇവിടെ നിന്ന് തുടച്ചു നീക്കും. അക്രമം നമ്മൾ അടിച്ചമർത്തുമെന്നുള്ള മുദ്രാവാക്യം, ആ പ്രതിജ്ഞ ഏറ്റുചൊല്ലുക. ഏതായാലും എല്ലാവരെയും നമ്മൾ ഈ കടപ്പുറത്തേക്ക്, കോഴിക്കോട് ബീച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വൈകിട്ട് 4 മണിക്കാണ് നമ്മുടെ പരിപാടി ആരംഭിക്കുക. നിരവധി പ്രമുഖർ ഈ പരിപാടിയുടെ ഭാഗമാകും. നമ്മുടെ ചെയർമാൻ, 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ് ഉൾപ്പെടെ നിരവധി പേർ, ഒപ്പം മതമേലധ്യക്ഷന്മാർ, സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ പരിപാടിയുടെ ഭാഗമാകും. എല്ലാവരെയും നമ്മൾ ഒരിക്കൽ കൂടി കോഴിക്കോട് ബീച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു വിഷയവുമായാണ് നമ്മൾ ഈ യാത്ര തുടങ്ങിയത്. നമുക്കറിയാം, നമ്മുടെ വാർത്താമുറികളിലേക്ക് തന്നെ വരുന്ന, ഓരോ ദിവസവും വരുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അത് ഓരോ ജീവിതവും കുടുംബ ബന്ധങ്ങളെയും ഒക്കെ എങ്ങനെ തകർക്കുന്നു എന്നുള്ളതിൻ്റെ ഭീകരതയൊക്കെ കണ്ട് അസ്വസ്ഥരായ ഒരു യാത്രയുമായി നമ്മൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഇതിപ്പോൾ
നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെ മാത്രം ഏൽപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പൊതുജനങ്ങളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് അവരുടെ കൂടി സഹായത്തോടുകൂടി വലിയൊരു പ്രതിരോധത്തിൻ്റെ മല തീർക്കുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ നടത്തിയ യാത്രയാണ്. സമാപന സമ്മേളനം എന്ന് പറയുമ്പോൾ ഇവിടെ ആ ദൗത്യം അവസാനിക്കുകയല്ല, മറിച്ച് ആ ദൗത്യം കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമവും അതിൻ്റെ ഐക്യ കാഹളവുമാണ് അവിടെ മുടങ്ങാൻ പോകുന്നത്. ഇതിനുശേഷം മുഖ്യമന്ത്രിക്ക് നമ്മളൊരു റിപ്പോർട്ട് കൂടി ഈ യാത്രയിൽ ഉടനീളം സഞ്ചരിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് കൂടി തയ്യാറാക്കാൻ പോകുന്നു. ഒരുപാട് അനുഭവങ്ങൾ ഈ യാത്രയിൽ സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് മുമ്പിലേക്ക് എത്തുന്നു. അഭിജിത്ത്, തീർച്ചയായും ടി കെ, നമ്മൾ ഈ ഒരു യാത്ര ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആർക്കൊക്കെ ഇത്തരം സാമൂഹിക വിപത്തുകൾക്കെതിരെ ഒന്നിച്ചു നിൽക്കാമെന്നുള്ള ഒരു ആലോചന സമൂഹത്തിൽ തുടങ്ങിയതാണ്. അപ്പോഴാണ് ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ചീഫ് എഡിറ്റർ തന്നെ ആദ്യമായി ഈ രീതിയിലുള്ള ഒരു യാത്രയ്ക്ക് തുടക്കമിടുന്നത്. കേവലം 1-2 സ്ഥലങ്ങളിൽ പോയി ഈ യാത്ര അവസാനിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് 14 ജില്ലകളിലൂടെയും ഓരോരുത്തരെയും കണ്ടുകൊണ്ട് ലഹരി ബാധിച്ചിരിക്കുന്ന ഓരോ പ്രദേശങ്ങളിലും ചെന്നുകൊണ്ട് അതിനെതിരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടായിരുന്നു നമ്മുടെ ഈ യാത്ര. നമ്മുടെ യാത്ര ആരംഭിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള സംഭാഷണത്തിലൂടെയാണ്. ശ്രീകണ്ഠൻ എസ് കെ സാറിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇതിലൊരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കണമെന്നുള്ളതാണ്. അങ്ങനെ എല്ലാ രീതിയിലും എല്ലാ സമൂഹത്തിന്റെ നാനാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു യാത്ര. നമ്മൾ ഈ ഏറ്റെടുത്തിരിക്കുന്ന ഒരു യാത്ര എന്ന് പറയുന്നത് ശരിക്കും മാധ്യമപ്രവർത്തനത്തോടൊപ്പം തന്നെ ഇത്തരം സാമൂഹികമായിട്ടുള്ള വിപത്തുകളെ അതിനെ എങ്ങനെ നമുക്ക് നേരിടാം, അതിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിനെ എങ്ങനെ നേരിടാം എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയല്ലേ. അതായത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ മാത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നാട്ടിലെ ലഹരിയെ ഒരിക്കലും തന്നെ നമുക്ക് പൂർണ്ണമായും തുടച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. അത് മുഖ്യമന്ത്രിയിൽ നിന്ന് നമ്മൾ ഒരു ഇന്റർവ്യൂവിന് ശേഷം നമ്മൾ യാത്ര ആരംഭിക്കുന്നു. അപ്പോൾ അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ളത് യാത്രയിലുടനീളം നമുക്ക് ലഭിക്കുന്ന ഡാറ്റാസ് ഒരു റിപ്പോർട്ടായിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കണം എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി റിസർച്ച് ഡെസ്ക് യാത്രക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ട് റിപ്പോർട്ടും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വലിയ രീതിയിലുള്ളൊരു ജനപിന്തുണ നമ്മുടെ പരിപാടിക്കുണ്ട്. ജനലക്ഷങ്ങൾ തന്നെ ഈ പരിപാടിയിലേക്ക് ഒഴുകിയെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ടി കെ, ലഹരിക്കെതിരെ കൈകോർക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ യാത്രയിലുടനീളം ഓരോരുത്തരും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്, പിന്തുണ അർപ്പിച്ചിട്ടുണ്ട്. അവരുടെ സ്നേഹം 24-ൻ്റെ ഈ വാർത്താ സംഘത്തിന്, എസ് കെ നയിച്ച വാർത്താ സംഘത്തിന് നൽകിയിട്ടുണ്ട്. തുടർന്നും അതുണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഈ യാത്രയ്ക്ക് ഇവിടെ സമാപനമാകാൻ പോകുന്നത്. നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ യാത്ര അതിൻ്റെ ദൗത്യം അതിനിവിടെ സമാപനമാവുകയല്ല. തുടർന്നും ലഹരിക്കെതിരായ പോരാട്ടം 24-ൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. എന്തായാലും വൈകിട്ട് 4 മണിക്കാണ് സമാപന സമ്മേളനം നടക്കാൻ പോകുന്നത്. എല്ലാ പ്രേക്ഷകരെയും അവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിവിധ കലാപരിപാടികളും സമാപന സമ്മേളനത്തിൻ്റെ ഭാഗമായി അരങ്ങേറുന്നുണ്ട്.